ഹായ്, നമസ്കാരം. പുട്ടും പാട്ടും കൂടെക്കാട്ടലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതിന്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓരോ എപ്പിസോഡും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലെജൻഡറി ആയിട്ടുള്ള കലാകാരന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർക്കാണ്. സംഗീത പ്രേമികൾക്ക് ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്നതൊരു വികാരമാണ്. കട്ടൻ ചായയും മഴയും ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടെന്നൊക്കെ പറയുന്നൊരു കോംബോയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പുട്ടും പാട്ടും കൂടെ കട്ടനിൽ ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഏവർക്കും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നമുക്ക് ആ ഓരോ പാട്ടുകൾ നമ്മുടെ റെജിയുടെ അടുത്തും കൂടെ ചോദിക്കാം. റെജിയുടെ ഇഷ്ടങ്ങളും കൂടെ നമുക്ക് എടുക്കാം. റെജി, ജോൺസൺ മാസ്റ്ററിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഒത്തിരി പാട്ടുണ്ട്. മെല്ലെ 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 യാ മെല്ലെ മെല്ലെ എന്നുള്ള പാട്ട് ഏത് സിനിമയിലേതാണെന്ന് അറിയാമോ? ഓർമ്മയില്ല. റെജിയുടെ പ്രശ്നം, ഞങ്ങളുടെ കലാകാരന്മാരുടെ പ്രശ്നം, പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. അത് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കലാമൂല്യമുള്ളൊരു മൂവിയായിരുന്നു. അതിൽ നെടുമുടി വേണു, ശാരദാമ്മ ഇവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചൊരു മൂവിയാണ്. അതിൽ പിന്നെ നമ്മുടെ പാർവതിയുടെ വശ്യ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. അപ്പം പാർവതിയും അതുപോലെ സുന്ദരനായ നായകൻ ദേവനും ഒക്കെ വന്നൊരു പാട്ടാണ് റെജി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം പാടാം. ജോൺസൺ മാസ്റ്ററിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ശരിക്കും മലയാളികളുടെ മനസ്സിൽ ഒരു പ്രണയം അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം, സമാധാനം, ഈ ഒരു ഫീലൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകും. ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടുകൾ അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, മലയാളിത്തം നിറഞ്ഞു തുളുമ്പുന്ന പാട്ടുകൾ. അതുപോലെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനം, എവിടെയോ ഒരു ചെറിയ നോവ്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ അന്തരീക്ഷം, വിശുദ്ധമായ ആ ഒരു സമയമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓരോ സമയത്തും വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ആളുകളും റീമേക്ക് ചെയ്യാനൊക്കെ ഈ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ജോൺസൺ മാസ്റ്ററിൻ്റെ BGMs ഒരുപാട് നിങ്ങൾ വായിക്കാറുണ്ട്. അതിലേറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള BGMsൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊരെണ്ണം വായിച്ചു, ലാലേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ. അല്ലാതെ ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നത്?
ബിജി തൂവാനത്തുമ്പിയല്ലേ ഒരു ബിജി? ക്ലാര, മഴ, ഇതൊക്കെയല്ലേ? ശരി, മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സിനിമ തന്നെയാണ്. അതിലെ ഓരോ സീനും അങ്ങനെയാണ് അല്ലേ? ശരിക്കും ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടുകളെ പോലെ തന്നെ മലയാളികൾ എപ്പോഴും ഓർക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. സിനിമകൾക്ക് അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എന്താ പറയുക, ഉദാത്തമാണെന്ന് തന്നെ പറയാം. നാഷണൽ അവാർഡ്സ് 2 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് പശ്ചാത്തല സംഗീതത്തിൽ ലഭിച്ചത്. അപ്പോൾ ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്നത് ആരുടെ ശിഷ്യനാണെന്ന് അറിയാമോ? ദേവരാജൻ മാസ്റ്ററിൻ്റെ. അതുപോലെ ദേവരാജൻ മാസ്റ്ററിൻ്റെ ശിഷ്യൻ എന്നതിലുപരി രാജാ സാറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലും ഇദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഒരു രീതി ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ദേവരാജൻ മാസ്റ്ററിൻ്റെയും ദക്ഷിണാമൂർത്തി സ്വാമികളുടെയൊക്കെ പാട്ടുകൾ കേട്ടിരുന്നതിൽ നിന്നും വിഭിന്നമായിരുന്നു ജോൺസൺ മാസ്റ്റർ നമുക്ക് പാട്ടൊരുക്കി തന്നപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും ഈ എപ്പിസോഡ്സിൽ. അപ്പോൾ നെക്സ്റ്റ് ഗാനത്തിലേക്ക് പോകാം. മെസ്സേജസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തിരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ജോൺസൺ മാസ്റ്ററിൻ്റെ ആദ്യകാല ഗാനങ്ങളൊക്കെ ജാനകി അമ്മയും ജയചന്ദ്രൻ സാർ ആയിരുന്നു പാടിയിരുന്നത്. ജയചന്ദ്രൻ സാറാണ്, പി ജയചന്ദ്രനാണ് തൃശ്ശൂർക്കാരനായ ജോൺസൺ മാസ്റ്ററിനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദേവരാജൻ മാസ്റ്ററിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. സോ ആദ്യത്തെ സിനിമകളിലൊക്കെ പാട്ടുകൾ ജയചന്ദ്രൻ സാറായിരുന്നു പാടിയിരുന്നത്. പിന്നീട് യേശുദാസിലേക്ക് അങ്ങ് മാറിയതാണ്. എന്തായാലും ജാനകി അമ്മയുടെ ആ കാലത്തെ ഒരുപാട് പാട്ടുകൾ, ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട്. സ്വർണ്ണമുഖിലെ, പിന്നെ അതുപോലെയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് ഓർത്ത് പാടാം. നമുക്ക് ആദ്യം വന്നിരിക്കുന്ന മെസ്സേജ് അതിൽ പേര് വ്യക്തമാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളുടെ പേര് പറയുന്നുണ്ട് കേട്ടോ, ഗായത്രി. അപ്പം ഗായത്രീസ് ഇഷ്ടപ്പെടുന്ന ആളുടെ പേരില്ല കേട്ടോ. അപ്പം അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഒന്ന് പാടിക്കൊടുക്കാനാണ് പറയണത്. അവളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണെന്നറിയാമോ? പുലർക്കാല സുന്ദര. അപ്പോൾ ഈ ഗാനമാണ് ഗായത്രിയുടെ ഫേവറേറ്റ് സോങ്. അപ്പം ഗായത്രി ഒരുപാട് സ്നേഹിക്കുന്ന ആരോ ഒരാൾ, പേര് വ്യക്തമാക്കുന്നില്ല, അപ്പോൾ അദ്ദേഹമാണ് ഗായത്രിക്ക് വേണ്ടിയിട്ട് പുലർക്കാല സുന്ദര എന്നുള്ള ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും മനോഹരമായൊരു ഗാനമാണ്, പാടി നോക്കാം. അപ്പം ഗായത്രിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് ഈ പാട്ട് ഞങ്ങൾ പാടുന്നത്.
പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. ഗായത്രിയുടെ ഇഷ്ട ഗാനമാണെന്നാണ് പറയുന്നത്. ഗായത്രിയുടെ മാത്രമല്ല, എൻ്റെയും ഫേവറേറ്റ് സോങ് ആണ്. ചിത്രചേച്ചി പാടി അതിമനോഹരമാക്കിയ ഒരു ഗാനമാണ്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്നറിയാമോ? രവീന്ദ്ര മാസ്റ്റർ. രവീന്ദ്ര മാസ്റ്റർ. എന്താ സംശയമില്ലേ, രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ പാട്ടുകൾ മാത്രമല്ല, ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടേതായ ഒരു സ്റ്റൈൽ, അവരുടെ കയ്യൊപ്പ് ഇവരുടെ എല്ലാ കമ്പോസിഷൻസിലും ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, ജോൺസൺ മാസ്റ്ററിൻ്റെ അങ്ങനെയുള്ളൊരു പാട്ട് റിജിയുടെ മനസ്സിലേത് പാട്ടാണ് ഓർമ്മ വരുന്നത്? തങ്കത്തോണി. തങ്കത്തോണി. തങ്കത്തോണി എന്നൊക്കെ പറയാം. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ കേൾക്കാൻ ഭയങ്കര സിംപ്ലിസിറ്റിയാണ്. നമുക്ക് ശരിക്കും ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന, ഒരു ലാളിത്യം കൊണ്ടുവരുന്ന പാട്ടുകളാണ് ജോൺസൺ മാസ്റ്ററിൻ്റെ. അതുപോലെയാണ് പാവം പാവം രാജകുമാരനിലെ കണ്ണാടി കയ്യിൽ, പള്ളിത്തേരുണ്ടോ, അങ്ങനെ ഒരുപാട് പാട്ടുകളാണ്. പറഞ്ഞാലും തീരാത്തത്ര പാട്ടുകളുണ്ട് ജോൺസൺ മാസ്റ്ററിൻ്റെ ഈ ഒരു തരത്തിലുള്ളത്. അപ്പോൾ അതിൽ ഓരോ പാട്ടുകൾ പാടാൻ നമുക്ക് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. വളരെ എന്താ പറയുക, ടച്ചിങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടഗാനം പറയാനായിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. എൻ്റെ പേര് രാംദാസ്. അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണ പണിക്കർ. അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടഗാനം ചോദിച്ചുകൊണ്ടാണ് ഒരു കോൾ വന്നിരിക്കുന്നത്. മകൻ്റെ പേര് രാംദാസ്. രാംദാസ് ഹായ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്ന കൃഷ്ണഭക്തി ഗാനമാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് അച്ഛന് വേണ്ടി ഒന്ന് പാടാമോ എന്നാണ് ചോദിക്കുന്നത്. എത്ര നല്ലൊരു ഡെഡിക്കേഷനാണ്. അപ്പോൾ അച്ഛൻ കൃഷ്ണഭക്തനാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ പാട്ട് പാടിത്തരാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. െങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഈ പാട്ട് കേൾക്കുമെങ്കിലും ഒരുപാട് നാളായി പാടി നോക്കിയിട്ട്. എന്തായാലും അച്ഛന് വേണ്ടിയിട്ട് രാംദാസ് ചോദിച്ച പാട്ടാണ്. വളരെ മനോഹരമായ, അതായത് എപ്പോഴും ഭക്തിയുടെ അങ്ങേയറ്റത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന പാട്ട് തന്നെയാണ്. എന്തായാലും ഇതൊക്കെയാണൊരു സന്തോഷമല്ലേ, ഇതുപോലെ ഓർക്കാനുള്ള, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ നമ്മളെ ഇങ്ങോട്ടേക്ക് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രേക്ഷകർ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജസിലേക്ക് പോയാലോ. നെടുമങ്ങാടുകാരിയാണ് അടുത്ത മെസ്സേജ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ശ്രീനത്ത്. ഞാൻ നെടുമങ്ങാടാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ
ഒക്ടോബർ 17 അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും ബർത്ത്ഡേ വിഷ് പറയാനുമാണ് സീനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ പേര് പക്ഷേ വെച്ചിട്ടില്ല. അപ്പോൾ സീനത്തിൻ്റെ ഹസ്ബൻഡിന് ഹാപ്പി ബർത്ത്ഡേ. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു പാട്ട് പാടിത്തരാം. അപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ ദീർഘനാൾ ജീവിക്കൂ. എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻകുമാർ. അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് ഇനിയുള്ളത്. അദ്ദേഹം ഒരു ബാങ്ക് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ലൈഫിലാണ്. TV കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഹോബി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ നമ്പർ കിട്ടിയതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ പാട്ടുകളോടാണ് താല്പര്യം. അപ്പോൾ പഴയ പാട്ടുകൾ പാടിക്കൊടുക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ മോഹൻകുമാർ, സീനത്തിൻ്റെ ഹസ്ബൻഡ്, ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട്. ഇവരാരും പാട്ടുകൾ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2 പേർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പാട്ട്, ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ട് തന്നെ പാടിത്തരാം. തങ്കത്തോണി തിന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കൊമ്പിളിൽ മുള്ളില്ലാ പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തിന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. തിരകൊയ്യാൻ പാടത്ത് കതിരാടും നേരം, മെസ്സേജസ് വായിച്ചു തുടങ്ങാം. സലീം എന്ന് പറഞ്ഞൊരാളാണ് നമുക്ക് അടുത്ത മെസ്സേജ് തന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു തട്ടുകട നടത്തുന്നു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം സമീപ പ്രദേശത്താണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. പഴയ പാട്ടുകളോടാണ് താല്പര്യം. അതിലേതെങ്കിലും ഒരു പാട്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പാടി കൊടുക്കാമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ സലീമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബിസിനസ്സൊക്കെ നന്നായിട്ട് പോവട്ടെ. തീർച്ചയായിട്ടും ഒരിടക്കാലത്തെ നല്ലൊരു പാട്ട് പാടിത്തരാം. നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന രമ്യ, ഹായ്, ഞാൻ എൻ്റെ പ്രിയ ഗാനം പറയാം, മോഹം കൊണ്ടു ഞാൻ. ഈ മോഹം കൊണ്ടു ഞാൻ എന്നുള്ള പാട്ട് ഞങ്ങളിപ്പം തൊട്ട് മുമ്പ് പാടിയതേ ഉള്ളൂ. അപ്പോൾ ആ പാട്ട് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പാടിക്കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. ഞാൻ ഈ എപ്പിസോഡിൽ നേരത്തെ പാടി വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പാട്ട് രമ്യയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മറ്റൊരു പാട്ട് കൂടി പാടാം. ഏതോ ജന്മ കൽപ്പനയിൽ എന്നുള്ള പാട്ട് നമുക്ക് പാടിയാലോ? കാരണം ഒരുപാട് പേര് പഴയ പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഴയ പാട്ടാണ്. നമുക്കത്ര പഴയ പാട്ടുകളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പാളങ്ങൾ എന്നുള്ളൊരു മൂവിയിലെ വളരെ പ്രശസ്തമായ പാട്ടാണ്. വാണിയമ്മ പാടിയ പാട്ടാണ്, വാണി ജയറാം പാടിയ പാട്ടാണിത്. എന്തായാലും നിങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നവർ രമ്യയുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ പാട്ട്. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവിധികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പന പൊന്നിൻ പാളങ്ങളെങ്ങോ ചേരും നേരം നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ജോൺസൺ മാസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം ഒരുപാട് പാട്ടുകൾ ഇനിയും അദ്ദേഹത്തിൻ്റെതായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ പാടാം. അപ്പം മെസ്സേജസ് ഒക്കെ തുടരൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.